കാഞ്ഞിരപ്പള്ളി കുറുവാമൊഴി സ്വദേശി അജോ വർഗീസാണ് തട്ടിപ്പിനിരയായത്. അജോയുടെ 1 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. പ്രളയത്തിൽ വീട് നഷ്ടമായ അജോയ്ക്ക് വീട് നിർമ്മാണത്തിനായി സർക്കാരിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി കുടുംബശ്രീയിൽ നിന്നെടുത്ത 1 ലക്ഷം രൂപയും അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്നു. ഈ 1 ലക്ഷം രൂപയാണ് തട്ടിപ്പ് സംഘം കവർന്നത്. സുപ്രീം കോടതിയിലെ ഒരാളുമായിട്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ അവർ സുപ്രീം കോടതി പറഞ്ഞ് ഒരാളെ വിളിപ്പിക്കുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൂടുതൽ മനസ്സിലാകാത്തതുകൊണ്ട് അവർ പോലീസുകാരെ കൊടുത്തിട്ട് മലയാളത്തിൽ പറഞ്ഞ് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, നിങ്ങൾക്ക് നോട്ടീസ് ഇപ്പോൾ വരും, അതിനകത്ത് പറഞ്ഞ തുക കെട്ടി വെക്കുകയാണെങ്കിൽ അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്, നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും പൈസ. പേടിക്കൊന്നും വേണ്ട, പൈസ ഉടനെ തിരിച്ചു തരും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ഇവിടെ സേഫ്റ്റിയാണ് നിങ്ങളുടെ അന്വേഷണം. ഇപ്പോൾ ഉടനെ സമൻസും നമുക്കുണ്ട്, എല്ലാം ഫോട്ടോ അവർ അയച്ചു തന്നു സമൻസിൻ്റെ എല്ലാം. ഡൽഹിയിലെ സ്വകാര്യ ബാങ്കിൽ അജോയുടെ പേരിൽ മറ്റൊരാൾ അക്കൗണ്ട് തുടങ്ങി 2.5 കോടി തട്ടിയെന്നും ഇതിൽ 25 ലക്ഷം രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു വ്യാജ ഡൽഹി പോലീസിന്റെ ഫോൺ കോൾ. അറസ്റ്റിനായുള്ള സുപ്രീം കോടതി ഉത്തരവും തട്ടിപ്പ് സംഘം അയച്ചു നൽകി. മകളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇതോടെയാണ് പണം കൈമാറിയതെന്നും അജോ പറയുന്നു. പണം വീണ്ടെടുക്കാനുള്ള ശ്രമം സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.